കണ്ടോ പൂവിട്ടത് കണ്ടോ? പൂവിട്ട് കായുണ്ട് ഇതിന്റെ ഉള്ളിൽ. ഇത് കണ്ടോ? ഇവിടുന്ന് കായ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അത് പൂച്ച എന്തോ പാഞ്ഞു കയറിയപ്പോ അത് താഴോട്ട് വീണ് പാടാ. അപ്പൊ കണ്ടോ അവിടെയൊക്കെ കണ്ടോ കായ? പൂവിട്ടുണ്ട്. പൂവിട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ അവിടെ ഒന്നുണ്ട്. അതും അങ്ങനെ തന്നെ. ഒരുപാട് പൊക്കം വെക്കണ്ടേ ഇനി? ഇത് അത്രയൊന്നും പൊക്കം വെക്കണ്ട. ഇപ്പം തന്നെ കായായല്ലോ. ഇപ്പം കുറച്ചും കൂടി പൊക്കം വെക്കുമ്പോഴത്തേക്കിനൊക്കെ ഇത് വലുതാവും. ഈ പൂവൊക്കെ തൊഴിഞ്ഞു പോകും. ഞങ്ങളുടെ നാട്ടില് ഇതിന് കപ്പങ്ങാന്നാ പറയാ. കപ്പങ്ങ, പപ്പായൊക്കെ. ഇവിടെ കർമൂസാന്ന് പറയും. ചിലര് പപ്പായാന്ന് പറയും. അധികവും കർമൂസാന്നാണ് നാട്ടിലൊക്കെ പറയാ. ഞങ്ങളൊക്കെ പറയാം. ഇത് പഴുത്തതാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് നമുക്ക് മുഖത്ത് തേക്കുക, മുഖത്തിന് കളറ് വെക്കാനും. പിന്നെ പറഞ്ഞാൽ ഇത് തോരൻ ഉണ്ടാക്കുക, കറി വെക്കുക, പച്ചടി ഉണ്ടാക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ പച്ചടിയാണ് പ്രധാനം പപ്പായ കൊണ്ട്. അതൊക്കെ പിന്നെ വെള്ളരി ഉണ്ടെങ്കിലും പപ്പായ കൂടുതൽ ഉപയോഗിക്കാറ്. പിന്നെ ഇറച്ചേരി ഉണ്ടാക്കാം, കർമൂസന്റെ അങ്ങനെയൊക്കെ എടുക്കും. ബ്ലഡിന്റെ കൗണ്ട് കൂടാനൊക്കെ കർമൂസ ഉപയോഗിക്കും. ഇതിന്റെ തളിർത്ത ഇല എടുത്തിട്ട് കൗണ്ട് കൂടാൻ തിളച്ച വെള്ളത്തിലിട്ട് കുടിക്കും. വെള്ളം തിളപ്പിച്ച് കുടിക്കും. പിന്നെ ഇതിന്റെ തളിരല. പഴുത്ത പപ്പായ അല്ലേ നമ്മള് മുഖത്തൊക്കെ? അതെ പഴുത്തതാ തേക്ക. മുഖത്ത് കലയെല്ലാം പോവും. അങ്ങനെയൊക്കെ അതിനെ കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്.